രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. ഇദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഫുള്ളായിട്ട് ഞാൻ വെച്ചു തരാം, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് പറയുന്നത് നമ്മുടെ കിച്ചു രേണുവിനെ ഡാഷ് 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 ചെയ്തു എന്ന മട്ടിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എൻ്റെ പൊന്നു മനുഷ്യന്മാർ, ഇദ്ദേഹത്തോട് ഒരു കാര്യം ഞാൻ പറയാം, എന്ത് വേണമെങ്കിലും നാക്കിൽ നമുക്ക് പറയാം, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള തെളിവോടുകൂടി നിങ്ങൾ സംസാരിക്കണം. കാരണം ആരുമില്ലാത്ത ഒരു മോനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇത് വളരെ തെറ്റാണ്. നിങ്ങൾ തന്നെ നടുങ്ങും എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഇദ്ദേഹം പറയാം. അതിനുശേഷം രേണു സൂയി തൂങ്ങിയത്രേ. ഞാൻ വെച്ചു തരാം, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. കിച്ചുവിനെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുക്കാം. ഓക്കെ, വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്, അമ്മ ഹോസ്പിറ്റലിൽ നീ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞത് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്, അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നീ അവിടെ വരുവായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിനകത്തോട്ട് ആരെ കാണിക്കില്ല, കയറ്റിയല്ല. സീമാജി നായരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു, പക്ഷെ അവർ വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടു പോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്തമാനം പറയണ്ട. വേറെ നാറിയമാണ് ഉള്ള കാര്യം പറയില്ല. ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കില്ല കേട്ടോ, ഒരു കാരണവശാലും. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കരുത്. ഇവൻ വേറെ നാറിയ. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പ് വെള്ളം കുടിക്കൂല, കിണർ വെള്ളം കുടിക്കൂല, ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇവൻ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമേ ചേച്ചിനെയും ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയും. എനിക്ക് അറിയാൻ നേരിട്ട് പരിചയമില്ല, എനിക്ക് ഇവനെ പരിചയപ്പെടാനോട് താല്പര്യമില്ല. ഇങ്ങനെ നാറിയ മക്കളൊന്നും പരിചയപ്പെട്ട് ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഒരു മോനല്ല. എൻ്റെ പൊന്നു ബ്രോ, നിന്നോടൊരു കാര്യം പറയാം. നീ അതായത് രേണുവിൻ്റെ ഒരു കസിനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, പിന്നെ അറിയത്തില്ല. ബ്രോയോടൊരു കാര്യം പറയാം. കിച്ചു നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ കിച്ചുവിനെ ഞങ്ങൾക്ക് വെറുപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, എല്ലാവരും പറയുന്നത്, രേണു ആണെങ്കിലും സാരികയാണെങ്കിലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് കിച്ചു പൈസ മേടിച്ചു. ആരോരുമില്ലാത്തൊരു പയ്യനല്ലേ, അപ്പനില്ല അമ്മയില്ല, പിന്നെ ഇപ്പോഴാണ് ആ ചെങ്ങായി, അതായത് കിച്ചു ഒന്ന് പണിയെടുക്കാനും കിച്ചു ഒന്ന് അതായത് നിൽക്കാൻ തുടങ്ങിയത് ഈ ഒരു സമയമാണ്. ആ കൊച്ചു ചെറിയൊരു സമയത്ത് 10-12 വയസ്സിൻ്റെ ആ ഒരു സമയത്ത് പൈസ ചോദിച്ചു ഹോട്ടലിൽ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ? എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഇനി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അതായത് കിച്ചു, ഈ പാവപ്പെട്ട കിച്ചു അത് ചെയ്തു എന്നിരുന്നാൽ പോലും ഞാൻ പറയാമല്ലോ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങി കിടക്കായിരുന്നു. ഓക്കെ, ഇവൻ പറഞ്ഞത് നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേട്ടല്ലോ. ഞങ്ങളെ കയ്യിൽ തെളിവുണ്ട്. പൊന്നു ബ്രോ, തെളിവുണ്ടെങ്കിൽ, അതായത് സത്യസന്ധമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരണം. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളൊക്കെ സംസാരിക്കാൻ. ഇതുവരെ നിങ്ങളെല്ലാവരും പറഞ്ഞത് പറയുന്ന കിച്ചു പൈസ ചോദിച്ചു. അല്ലാതെ ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, രേണു പറയാതെ പറഞ്ഞ ഒരു രഹസ്യമുണ്ട്. അങ്ങനെ പറയുന്നതല്ലാതെ ഒരു മണ്ണാങ്കട്ട തെളിവുമില്ല. അതായത് ഒരു കാര്യം ഈ ബ്രോയോട് ഞാൻ പറയാം, രേണു കിച്ചു എനിക്ക് മെസ്സേജ് അയച്ചു, അതായത് ഗുഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നാണ് രേണു പറഞ്ഞത്. ആ ഒരു സ്ക്രീൻഷോട്ട് തന്നെ വ്യാജ സ്ക്രീൻഷോട്ട് എന്ന് ഞാൻ തെളിയിച്ചു. അങ്ങനെയുള്ള തെളിവ് നിങ്ങൾ ആക്കണ്ട. ഉള്ളതാണെങ്കിൽ പൊന്നുബ്രോ നീ കൊണ്ടുപോവാ. ഇപ്പോൾ കിച്ചു ആണെങ്കിലും രേണു ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ശിക്ഷിക്കണം. മർമ്മമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നീയൊക്കെ സംസാരിക്കാൻ. അല്ലാതെ രേണുവിനെ കിച്ചു മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തു ഈ നാവ് കൊണ്ട് ആർക്ക് വേണമെങ്കിലും പറയാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാം, അതൊക്കെ നമുക്കത് കേട്ടിട്ട് പറയാം. ഹോസ്പിറ്റലായിരുന്നു, രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെ അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്.
അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്, മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം പൊന്നുമോനെ, നിന്റെ കയ്യിൽ തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഓക്കെ, വീണ്ടും വീണ്ടും നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ആ പിഞ്ചോമിനെ പൈതലിനെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? പൊന്നു മനുഷ്യന്മാരെ, ഇവന്മാർ പറയുന്നത് പോലെ കിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇവന്മാർ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്കറിയാം, ഒന്നും കൂടി ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ കിച്ചു വലിയൊരു ക്രൂരനാണെങ്കിൽ കിച്ചു രേണുവിന് അഗൻസ്റ്റ് ആയിട്ട് വീഡിയോ ഇടോ? നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും അവരെ ചൊറിഞ്ഞ് വീഡിയോ ഇടോ? എങ്ങനെയെങ്കിലും ആ ഒരു തെറ്റിൽ നിന്ന് ഊരാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ രേണു പറയുന്നത് കിച്ചു എന്നെ ഡാഷ് ഡാഷ് ആ ഒരു രീതിയിലാണ് ഇവറ്റകൾ സംസാരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ കിച്ചു പേടിക്കണമായിരുന്നു. ഇവിടെ കിച്ചു പേടിക്കുന്നൊന്നുമില്ല. കിച്ചുവിൻ്റെ നിലപാട് പറയുന്നു. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇപ്പോൾ രേണു നാണം കെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആ കിച്ചുവിനെയും കൂടി ഇതിൽ വലിച്ച് ഇടാനാണ് നോക്കുന്നത്. ഇപ്പോൾ യോം പറയുന്നത് ഇന്ന് രാവിലെ രേണുസുതി തൂങ്ങാൻ നടന്നു എന്നാണ്. നിങ്ങൾ നോക്കണം, ഇതാണ് തൂങ്ങാൻ നടന്നവരുടെ സ്റ്റോറി. രേണുസുതിക്ക് ക്യാൻസറാണ് പൊന്നുമനുഷ്യന്മാർ. അത് എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള രോഗം ആർക്കും വരരുത്. അത് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പഴയതുപോലെ രേണുസുതി തിരിച്ചു വരട്ടെ. പക്ഷെ പറയാതൊരു കാര്യം പറയാം, ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോറി ഇടുന്നുണ്ട് രേണുസുതി. അപ്പോൾ ഒരു കാര്യം പറയാം ഈ പൊന്നു ബ്രോയോട്, പൊന്നാര ബ്രോ, നിങ്ങൾ ഏറ്റവും അടുത്താണായിരിക്കും രേണുസുതി. എന്നാൽ സമൂഹത്തിന് മുമ്പിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാൻസർ ആണോ, അവർ മരണമാണോ, ഞങ്ങളൊന്നും നോക്കത്തില്ല. കാരണം നിങ്ങളുടെ കുടുംബ പ്രശ്നമായിരിക്കും ഒരു പക്ഷേ. ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നം തീർക്കേണ്ടത് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ല, നിങ്ങൾ തന്നെ ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ടതാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങളെ കുടുംബ പ്രശ്നം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇടപെടും. കാരണം ഇവിടെ കിച്ചു എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആരോരുമില്ലാത്ത ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം എന്താവും? ജനങ്ങളും കൂടി വെറുത്താൽ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം എന്താവും? അച്ഛനില്ല, അമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇടപെടുന്നത്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്നിരുന്നാൽ പോലും ഞാൻ പറയാലോ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങിക്കിടക്കായിരുന്നു. ഓക്കെ, ബ്രോയോട് ഞാൻ പറയാം. ബ്രോ പറയുന്നുണ്ട് തെളിവുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. തക്കതായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ ഒരു കാര്യം ബ്രോയോട് പറയാം. അതായത് രേണു അവൾക്ക് സോഷ്യൽ മീഡിയയിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ ഉടായ്പ് കാണിച്ചത് കൊണ്ടാണ്. വെറുതെ ആരും അവരെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അവർ ഉടായ്പ് ഓരോ കാര്യവും ഉടായ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഞങ്ങൾ അതിൻ്റെ തെളിവ് വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഞങ്ങളെ വീഡിയോ ലൈക്ക് അടിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റ് ഇടും നിങ്ങൾ വിചാരിച്ചിനോ? അതായത് കേരളത്തിലുള്ള മലയാളികൾ ബുദ്ധിയുള്ളവരാണ്. നോർത്തിലോ യുപിയിലോ ഗുജറാത്തിലോ ഞാൻ പോയി ഇരുന്നിട്ട് ഒരു കള്ള വാർത്ത കൊടുത്താൽ ഓക്കെ, സത്യം വിശ്വസിക്കും. പക്ഷേ മലയാളികൾ ഒരാളെ വെറുക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ടാവും ബ്രോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കിച്ചുവിനെതിരെ രംഗത്ത് വന്ന നിങ്ങളൊക്കെ നാറി കിച്ചു എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആരും ഇതുവരെ ആയിട്ട് കിച്ചുവിനെതിരെയുള്ള ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. രേണു സുധി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് ഫേക്ക് സ്ക്രീൻഷോട്ടാണ്. അത് ഞാൻ തെളിയിച്ചതാണ്. ഓക്കെ, നമുക്ക് RJ ബിൻസി രേണുവിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സ്വന്തം മകൻ പോലും തിരിഞ്ഞു നോക്കുക, സ്വന്തം മകനല്ല നോക്കിയിരുന്ന മകൻ പോലും തിരിഞ്ഞു നോക്കാറില്ല. അതിനിടയിൽ ഈ ലാസ്റ്റായിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടിരുന്നത് എല്ലാവരും വാടപ്പിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്, എന്നിട്ട് കുറേ കാര്യങ്ങൾ ഇത് ഇങ്ങനെയുള്ളത് ചെയ്യുന്ന അവർക്ക് റീച്ചിന് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല ബ്രോ, ആ കിച്ചുവിന്റെ ഇഷ്യൂനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. കാരണം ഞാൻ രേണു സുധിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചേച്ചി അത്ര ക്രൂരയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പാവമാണ്. സോ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ രേണു ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഇപ്പൊ ചേച്ചിയുടെ കറന്റിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയാവോ? സ്റ്റേജ് ആണ്, പറയാമോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. രേണു സുധി ഏറ്റവും ആദ്യം പറഞ്ഞ 1-2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് രേണു സുധിനെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ FM-ലുണ്ട്, ഞാൻ കോട്ടയത്തുണ്ട്. ആ സമയത്താണ് രേണു സുധി വിളിച്ച് പറയുന്നത്. സോ
എന്താ എല്ലാവരും പ്രാർത്ഥിക്കുക, പറ്റുന്ന എല്ലാവരും. എനിക്ക് തോന്നുന്നു ഞാൻ ചില ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ട്, ചുമ്മാ ഒരു രേണുസുതിയുടെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിന്ന് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ പോലും റീച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ആൾക്കാരില്ലേ, നാളമില്ലാണ്ട് രേണുസുതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അരി വാങ്ങിയിട്ടുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി കുറ്റം പറയാണ്ടിരിക്കുക, പറ്റുമെങ്കിൽ നല്ലതെന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുക, നിങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത പോലെ പെട്ടെന്ന് ഭേദമാകട്ടെ. ഓക്കെ, ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ കുറ്റക്കാരെന്നാണ്. ഞാനൊരു കാര്യം പറയാം, കിച്ചു അവന്റെ ജീവിതം തകർക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ കിച്ചുവിനെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമില്ല. കിച്ചു ഒരു വൃത്തികെട്ടവനെന്നാണ് ഇവറ്റകളൊക്കെ പറയുന്നത്. രേണുവിന് കിച്ചുവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രേണുവിന്റെ ആൾക്കാർക്ക് കിച്ചുവിന് എന്തും പറയാം, ആരും ചോദിക്കാനില്ല, അച്ഛനില്ല, ആരോരുമില്ല. അതിനെ എതിർക്കുന്നവർക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയാം, തക്കതായിട്ടുള്ള മർമ്മമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കിച്ചുവിനെതിരെ, അതായത് നിങ്ങൾ പറയുന്ന ആരോപണം, അതിന് തക്കതായിട്ടുള്ള എവിഡൻസും ഫേക്ക് അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിട്, ഞങ്ങൾ വീഡിയോ ഇടും. ഓക്കെ, വ്യാജമായിട്ടിട്ടാൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയാം ക്യാൻസർ രോഗിയാണെന്ന് ഒന്നും നോക്കത്തില്ല. കാരണം ഞാനും നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് ഇന്ന് മരിച്ചു പോകേണ്ട ഒരാളാണ്. ഞാനിവിടെ 1000 വർഷം ജീവിക്കാൻ വിധ അടിച്ചിട്ട് വന്നതൊന്നുമല്ല. അപ്പോൾ തെറ്റ് ആര് ചെയ്താലും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.